ഉച്ചവിളാകത്തെ ഉരുവം ഭാഗം 2. പുത്തൻ വീട്ടിലെ ഇളമുറക്കാരനായ പത്മകുമാർ എന്ന പപ്പന്റെ സംശയങ്ങൾ ഒരിക്കലും അവസാനിക്കാറില്ല. പറമ്പിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു കിട്ടുന്ന ആക്രികളൊക്കെ പെറുക്കിക്കൂട്ടി തുടച്ചു മിനുക്കലാണ് അവന്റെ പ്രധാന പണി. എന്നിട്ട് അതെല്ലാം കൂടി ഒരു കാൽപ്പെട്ടിയിലാക്കും. മൂടുപോയ മുളനാഴിയും തുരുമ്പുകയറിയ എഴുത്താണിയുമൊക്കെ അതിൽപ്പെടും. അന്ന് കിട്ടിയത് ഒരു വശം പൊളിഞ്ഞ ഒരു ഓട്ടുമണിയാണ്. ചതുരാകൃതിയിലുള്ള മണി, തുരുമ്പെടുത്ത നാക്ക്, തൂക്കിയിടാനുള്ള കൊളുത്ത്, ഒപ്പം 3 കണ്ണികൾ മാത്രമുള്ള ചങ്ങലയും. അമൂല്യമായ നിധി കിട്ടിയ സന്തോഷത്തോടെ അവൻ വീട്ടിലേക്ക് ഓടി. പകൽക്കിനാവ് കാണുകയായിരുന്ന നാരായണി പിള്ളയെ അവൻ കുലുക്കി വിളിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് അമ്മ വീട് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നതും കണ്ടിരുന്ന ആളിനെയാണ് അവൻ പിടിച്ചു വലിച്ചുണർത്തിയത്. അതിന്റെ ഈർഷ്യ ആ മുഖത്തുണ്ടായിരുന്നു. ഈ പയലിനെ കൊണ്ട് തോറ്റ് തിരുമന സൊടവാളം പിടിച്ചു പോണത് മുഴുവൻ കാണാൻ താമസിച്ചില്ല. അവർ വാത്സല്യത്തോടെ അവനെ അടിച്ചു. പപ്പൻ കയ്യിലെ ഓട്ടുമണി കാണിച്ചു. എടെ ചെല്ല, ഇതിന് അറമ്പാതയില്ലേ? ഇപ്പൊ എന്തര് ഓട്ടുമണിയാ? ഇത് പണ്ട് കൊട്ടിയമ്പലത്തിൽ കെട്ടിത്തൂക്കിയിരുന്നതാണടേ. നീ ഇതൊക്കെ എവിടെ നൊപ്പിച്ചോണ്ട് വരണത്? അച്ചമ്മോ, ഇത് പഴയ കോളിംഗ് ബെല്ലാണോ? അതെന്തര്? വീട്ടിലാരെങ്കിലും വന്നാൽ അകത്തുള്ളവരെ അറിയിക്കാനുള്ള മണി. ആ, അത് തന്നെ ചെല്ല. ആരെങ്കിലും വന്നാലല്ല, അന്ന് നമ്മളെ പണയിൽ വയലായിരുന്നു. അങ്ങ് ദൂരെ നിന്ന് പെലയരും കുറവരൊക്കെ വരും നടവിന്. പണികൾ കഴിഞ്ഞ് കഞ്ഞികൾ കുടിക്കാൻ അവത്തുങ്ങൾ കൊട്ടിയമ്പലത്തിൽ വന്ന് മണിയടിക്കും. അപ്പോഴെൻ്റെ അമ്മാവിയാർ കഞ്ഞികൾ കൊടുക്കാൻ പറയും. പണിക്കാരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിക്കും. പാവങ്ങള് പാളകൾ കൊട്ടി തറയിൽ കുഴി കുത്തിയാണ് ചെല്ല അന്ന് തിന്നാൻ കൊടുക്കണത്. നിന്റെ അപ്പൂപ്പൻ അതത്ര പോരായിരുന്നു. അമ്മാവിയാരുമായി എന്നും അടിപിടിയായിരുന്നു. എന്നെ പുടവ തന്ന് ഉച്ചളാത്ത് കൊണ്ടുവന്നപ്പോഴും ഈ ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ പെണ്ണും പിള്ള തീർന്നപ്പം ഈ ആചാരങ്ങൾ തീർന്നു. നിങ്ങൾ അപ്പൂപ്പൻ ഭരണം തുടങ്ങിയപ്പം കാര്യങ്ങൾ തിരിഞ്ഞ് കൊട്ടിയമ്പലം വലിച്ചു പറിച്ച് ദൂരെ എറിഞ്ഞു. വീടിന്റെ മുറ്റത്ത് കസേരകളിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് തിന്നാൻ തുടങ്ങി. അങ്ങെന്നും അവരെ കൂടെ ഇരുന്നാണടേ തിന്നണത്. പപ്പനാവൻ അങ്ങെന്നു പറഞ്ഞ രാശാവായിരുന്നടേ, രാശാവ്. ശരിക്കും അപ്പൂപ്പൻ രാജാവായിരുന്നോ? ഈയിടെ ചെല്ല, ആളുകൾ മനസ്സറിഞ്ഞ് അങ്ങന്നേ എന്ന് വിളിക്കണതും പേടികൾ കൊണ്ട് വിളിക്കണതും രണ്ടും രണ്ടാണടേ. എൻ്റെ അമ്മച്ചി മീനാക്ഷി പിള്ള തങ്കച്ചിയെ പേടി കൊണ്ടാണ് ആളുകൾ തമ്പുരാട്ടി എന്ന് വിളിച്ചത്. എൻ്റെ തന്തേനെ കൊണ്ട് കൊണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ ഉടപ്പുറന്നവന്മാരും അവരെ പേടിച്ച് കാലം കഴിച്ച്. നിന്റെ അപ്പൂപ്പൻ എന്നെ പുടവ തന്ന് കൊണ്ടുവന്നതോടെ അവരുടെ ചാട്ടം നിലച്ച്. നിന്റെ അപ്പൂപ്പൻ അവർക്ക് പേടിയായിരുന്നു. ഇവിടെ വന്നപ്പം ഞാൻ കാണണത് ഇവിടുത്തെ തള്ളയും മോനും തമ്മിലുള്ള പോര്. അവരൊക്കെയാണെങ്കിൽ കുറെ തീണ്ടലും തൊടിയിലും. തൊട്ടുകൂടാതാവണ പിള്ളകളെ എടുത്ത് ചാപ്പിൽ പോയി കിടക്കാൻ പറയും. അങ്ങനെ അത് കേൾക്കുമ്പോൾ കലി കയറും. എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി കിടക്കാൻ. ഞാൻ പെയ്യില്ല, പെയ്യ അങ്ങേരെന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. നാരായണ പിള്ള ഊറിച്ചിരിച്ചു. അച്ചമ്മ, ഈ തൊട്ടുകൂടാത്ത എന്ന് വെച്ചാൽ എന്താ? പപ്പ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അകത്തു നിന്ന് സുലോചനയുടെ ചോദ്യം. ചെറുക്കനോടിതൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് നാരായണ പിള്ളയ്ക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. അവൻ ഓട്ടുമണിയും മുഴക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ഓർമ്മകളുടെ ഓളങ്ങളിൽ ഊളിയിട്ട് വിദൂരതയിലേക്ക് നോക്കി ആ വൃദ്ധയിരുന്നു. അവരുടെ നരച്ച കൺപീലികളിൽ തുളുമ്പി നിന്ന കണ്ണുനീരിന് അനേകം വിങ്ങലുകളുടെയും വേദനകളുടെയും പഴങ്കഥകൾ പറയാനുണ്ടായിരുന്നു. തനിക്ക് താഴെയുള്ള കൂടപ്പിറപ്പുകൾ അമ്മച്ചിയുടെ അമ്മിഞ്ഞു നുണയുന്നത് കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ മുഖം തിരിക്കും. അവരുടെ കണ്ണുകളിൽ അപ്പോൾ തെളിഞ്ഞിരുന്നത് എന്താണെന്ന് അറിയില്ല. പ്രതാപം നിറഞ്ഞ എട്ടുകെട്ടിന്റെ അകത്തളങ്ങളിൽ വല്ലാത്ത വിരസതയുണ്ടായിരുന്നു. സഹതാപത്തോടെ തന്നെ നോക്കുന്ന ബാല്യക്കാരോട് കലിയാണ് കുട്ടിക്കാലത്ത് തോന്നിയിരുന്നത്. അമ്മച്ചി സ്നേഹത്തോടെ ഒന്ന് വിളിക്കുകയോ തലോടുകയോ ചെയ്തിട്ടില്ല. പത്മനാഭൻ പിള്ളയുടെ കൈയും പിടിച്ച് പുത്തൻ വീടിന്റെ പടി കയറുമ്പോൾ പ്രായം 13, വയസ്സറിയിച്ചിട്ട് 1 കൊല്ലം. ഒരു തരത്തിൽ അതൊരു പുനർജന്മമായിരുന്നു. 13 കൊല്ലത്തെ ജീവിതം മറക്കണമെന്നുണ്ട്. പക്ഷേ ഒന്നും വിട്ടുപോകുന്നില്ല. വല്ലപ്പോഴും മാത്രം വീട്ടിലെത്തുന്ന അച്ഛൻ്റെ മുഖം ഓർമ്മയിൽ പോലും വരുന്നില്ല. അച്ഛൻ താടി വളർത്തിയിരുന്നോ? ഒന്നും തെളിയുന്നില്ല. ചപ്രമഞ്ച കട്ടിലിലിരുന്ന് വാസനപ്പാക്കം ചവച്ച് കസവ് മുണ്ടുകൊണ്ട് മുലക്കച്ചയും കെട്ടി സദാ എല്ലാത്തിനോടും കലഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചി. അവർ ഇരിക്കുന്നിടത്തേക്ക് പോകാറേയില്ലായിരുന്നു. ചിലപ്പോൾ ധാർഷ്ട്യം കലർന്ന ഒരു ഉപദേശമുണ്ട്. നാരായണി,
ഒടപ്പറന്നവന്മാരെയൊക്കെ പൊന്നുപോലെ നോക്കണം. ലോണ്ടേ, ആ കോട്ടയ്ക്കകത്ത് നീണ്ടു നിവർന്ന് കിടക്കണ ശ്രീപപ്പനാവൻ പരമ്പൊരുളിനെ മറന്നുകൊണ്ട് ഒന്നും ചെയ്യരുത്. അങ്ങേരാണ് നമ്മളെ നിറവ്. എൻ്റെ അമ്മണാ, നമുക്ക് അങ്ങേരെ ഉള്ളു. ഞാൻ പറയണത് വല്ലതും നിനക്ക് തെരിഞ്ഞ നാരായണി? ആ, തെരിഞ്ഞ്. നിസ്സംഗത പൊതിഞ്ഞ ആ മറുപടിയിൽ തീരും അമ്മയും മകളും തമ്മിലുള്ള വർത്തമാനം. ഒരിക്കൽ അടുക്കളയിൽ പതിഞ്ഞ സ്വരത്തിൽ ഒരു സംഭാഷണം കേട്ടു. ഈ തള്ളെ സഹിക്കണ കാര്യം പാട് തന്നെ കേട്ടാ. അതെങ്ങനെ? മുരട്ട് പശുവിന്റെ സ്വഭാവമാണ് ചിലപ്പം. പാല് കൊടുത്ത് നേടിയത് തന്നല്ലേ, അല്ലാതെ പെറ്റിട്ടപ്പോഴേ കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ഇടി മറുതേ, പയ്യെ പറ. അവര് കേട്ട അറിയല്ലോ, കുടുംബം കുളം തോണ്ടും. അവരെ പാല് കുടിച്ച കുറേ എണ്ണം അന്തപ്പുരത്തിലും മാളികയിലൊക്കെ കാണും. സ്വന്തം പിള്ളേർക്കില്ലാത്ത സ്നേഹം അതുങ്ങൾ കാണിക്കും. അതുകൊണ്ട് വാ അടക്കി. വേലക്കാർക്കിടയിലെ ഈ സംഭാഷണം മനസ്സിലൊരു കരട് തീർത്തു. മീനാക്ഷി പിള്ളയ്ക്ക് 4 കാലും 4 മുലയും നീളൻ പൂവാലും ഇരട്ടക്കൊമ്പും. അമ്മച്ചി ഒരു പശുവായിരുന്നോ? കുറേ നാൾ പിന്നെ അതിന്റെ പിറകെ ആയിരുന്നു. ഒടുവിൽ ആ രഹസ്യം കണ്ടെത്തി. ഓ, അത് വലിയ രഹസ്യമൊന്നും ആയിരുന്നില്ല. അരമനയിൽ മാത്രമുള്ള രഹസ്യം. അങ്ങാടിയിൽ അത് പാട്ട്. അമ്മച്ചി പശുവായിരുന്നു. രാജപരമ്പരകൾക്ക് മുലയൂട്ടാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൾ. സ്വന്തം കുഞ്ഞിനുള്ള പാൽ നാട് ഭരിക്കുന്നവരുടെ ഇളം തലമുറയ്ക്ക് കൊടുക്കണം. അങ്ങനെ പാല് കൊടുത്താണത്രേ ഏക്കർ കണക്കിന് എറയിലിയും പാണ്ടങ്ങളും ഒക്കെ നേടിയത്. അതിനേക്കാൾ പൊള്ളുന്ന സത്യങ്ങൾ അറിഞ്ഞത് മീനാക്ഷി പിള്ളയുടെ നീർക്കുടം ഉടഞ്ഞ ശേഷമാണ്. തന്റെ യഥാർത്ഥ അച്ഛൻ കൊട്ടാരത്തിലെ ഏതോ രാജരക്തമാണെന്ന്. സുലോചന നിലവിളക്ക് കത്തിച്ചപ്പോഴാണ് നാരായണപിള്ള ചിന്തകളിൽ നിന്നും ഉണർന്നത്. അവർ കണ്ണുകളടച്ച് ശ്രീപത്മനാഭനെ ധ്യാനിച്ചു. ശാന്താകാരം ഭുജഗശയനം, എന്റെ ശ്രീപപ്പനാവാ.